പ്രിയമുള്ളവരെ, നമ്മുടെ താനൂരിലെ മാലിദ്വീപ്സ് എത്ര പേര് ഈ സ്ഥലം കണ്ടിട്ടുണ്ട്? കാണാതെ അറിയാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ എന്താണ് മാലിദ്വീപ്സ്, അവിടെ എന്താണുള്ളത്, അവിടുത്തെ പ്രകൃതി ഭംഗി എത്രത്തോളം ഉണ്ടെന്നൊക്കെ കാണാൻ കഴിയും ഈ വീഡിയോ. അതുകൊണ്ട് മുഴുവൻ കാണുക. താനൂർ പരപ്പനങ്ങാടി റോഡിൽ നിന്നും ഓലപ്പീടിയ എത്തിക്കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞ് കുന്നുംപുറം റോഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് റെയിൽവേ ഗേറ്റ് കാണാൻ കഴിയുക. ഈ റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞ് ഏകദേശം ഒരു 100 മീറ്റർ കഴിയുമ്പോൾ ഇടത്തോട്ട് മറ്റൊരു റോഡ് നമുക്ക് കാണാൻ കഴിയും. ആ റോഡ് എടുത്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ മാലിദ്വീപിലേക്കാണ്. ഇവിടെ ഒരു ബോർഡുണ്ട്. ഈ ബോർഡിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങി കുളിക്കരുത്, പിന്നെ ഒഴുക്കുണ്ട്, അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്, സന്ദർശകർ ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഈ റോഡിൻ്റെ ഏകദേശം 1 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഇങ്ങ് ലാസ്റ്റ് ഒരു മതിലിനോട് ചേർന്നെത്തുമ്പോൾ വാഹനം പിന്നെ അങ്ങോട്ട് എടുക്കാൻ കഴിയില്ല. ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം, നടന്നിട്ട് വേണം നമ്മൾ പറയുന്ന ഈ മാലിദ്വീപ്സിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് നടന്നു പോകാനായിട്ട്. ഈ ഒറ്റയടിപ്പാത ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പുഴക്കരയിലേക്ക് പോകാൻ. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ലിക്കർ ഉപയോഗിക്കൽ കർശനമായിട്ട് ജനങ്ങൾ തടഞ്ഞിരിക്കുന്ന സംഗതിയാണ്. വന്ന് കണ്ടു പോവുക എന്നതിലൊഴികെ വേറെ ഒരു പ്രശ്നങ്ങൾക്കും നിൽക്കരുത്. അത് വലിയ രൂപത്തിൽ വിഷയമാക്കും. പൂരപ്പുഴയുടെ വശ്യമനോഹരമായ സൗന്ദര്യം നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പറഞ്ഞ മാലിദ്വീപ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ന്യൂക്കട്ട് എന്ന് വിളിക്കുന്നത്. അതായത് കടലുണ്ടിപ്പുഴ ഒഴുകി വന്ന് പാലത്തിങ്ങിലെത്തുമ്പോൾ അത് രണ്ടായി തിരിഞ്ഞിട്ട് പൂരപ്പുഴ ഉത്ഭവിക്കുന്നത് പാലത്തിങ്ങിൽ നിന്നാണ്. ആ പൂരപ്പുഴ അറബിക്കടലിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇതിൽ കുറച്ച് പാറകളും മറ്റും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ മരത്തിൻ്റെ ഭാഗത്തുകൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഒരു കുഞ്ഞ് കണ്ടൽ കാടും നിരവധി യൂക്കാലി മരങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് തരം പക്ഷി മൃഗ ലതാദികളുണ്ട് ഇവിടെ. നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഞാൻ ന്യൂക്കട്ട് ഏരിയ എന്ന് പറഞ്ഞല്ലോ. അവിടെ ഗെറ്റ് ടുഗദറും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്, പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ വരുന്ന സഞ്ചാരികളായിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുഴയിലേക്ക് കുളിക്കാൻ ഇറങ്ങരുത്. നല്ല രീതിയിൽ അടിയൊഴുക്കും ചുഴിയും ഉണ്ടാവും. പല ആൾക്കാരുടെ ജീവൻ കവർന്നെടുത്ത സ്ഥലമാണ് ഈ ന്യൂക്കട്ട് ഏരിയ. നാട്ടുകാരായിട്ടുള്ള ചില കുഞ്ഞുങ്ങൾ കുളിക്കാൻ പോകുന്നത് കണ്ടപ്പോൾ അവരുടെ പിറകെ ഞാനും കൂടി. ഒരു ഒറ്റപ്പെട്ട ഒരു ഊഞ്ഞാൽ കാണാൻ കഴിഞ്ഞു. മുമ്പ് വന്ന ആരോ കെട്ടിയതായിരിക്കാം. എന്തായാലും ഇവിടെ ആൾക്കാർ വരുന്നുണ്ടെന്ന് ഇന്ന് മനസ്സിലായി. ആ കാണുന്ന ഒരു ആൾക്കൂട്ടുണ്ടല്ലോ, അവിടെ ഒരു ഗെറ്റ് ടുഗദർ നടക്കുകയാണ്. അത് പരപ്പനങ്ങാടി നഗരസഭയാണ്. ഞാൻ നിന്ന് വീഡിയോ പിടിക്കുന്നത് താനൂർ നഗരസഭയും. 2 നഗരസഭകളുടെ അതിർത്തിയാണ് ആ കാണുന്ന സ്ഥലവും ആ കുഞ്ഞു പാലവും. നമ്മുടെ പിള്ളേർ കുളിക്കുന്നത് ഈ ഇവിടെയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒന്ന് പോയി നോക്കിയാലോ. വളരെ മനോഹരമായിട്ട് ഒരുക്കിയ ഫുട്ബോൾ. നാട്ടുകാരായിരിക്കാം ഇതിൻ്റെ പിന്നിൽ. ഇവിടെ സെവൻസ് ടൂർണമെൻറ്റുകളും മറ്റും നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പിള്ളേർ കളിക്കുന്നത് കണ്ട്. അത് പൊതുവെ പറയണ്ടല്ലോ, മലപ്പുറം ജില്ലയിൽ ഫുട്ബോളിന് ഒരു പഞ്ഞമില്ല. നല്ല പ്ലെയേഴ്സാണ് ഈ കളിക്കുന്ന അധികം പേര് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ്. മനോഹരമായി ട്രിപ്പിൾ ചെയ്യാനുള്ള കഴിവൊക്കെ പലർക്കും ഉണ്ട് ഇതിനകത്ത്. നല്ല ഗോളിയായിരുന്നത്. നമ്മുടെ ജില്ലയുടെ ഏത് കുഗ്രാമങ്ങളിൽ പോയാലും ഇതുപോലെ നല്ല കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ഫുട്ബോൾ കളി നടക്കുന്ന സമയമാണിപ്പം. 7സും 11സും എല്ലാം. താനൂർ നഗരസഭ ഇവിടെ മാലിദ്വീപ്സ് ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ വലിയൊരു പ്രൊജക്റ്റാണ്. എന്തായാലും അടുത്തന്നെ അത് പണി തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും മാലിദ്വീപ് എന്ന സ്ഥലം കേരള ടൂറിസ്റ്റ് ഭൂപടത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ ഏറെ സാധ്യതയുണ്ട്.